എല്ലാവർക്കും നമസ്കാരം. ഞാൻ ധന്യ വിജയൻ, ഒരു ചെറിയ സിംഗറാണ്. എല്ലാവർക്കും എന്നെ അറിയാമായിരിക്കുമല്ലോ അല്ലേ. എനിക്ക് ഇന്നെന്തോ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കണമെന്ന് തോന്നി, എൻ്റെ ഒരു അനുഭവങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എൻ്റെ ഈ അനുഭവങ്ങൾ സാധാരണ ഏതെങ്കിലും ഒരു വീട്ടമ്മയ്ക്ക് പ്രചോദനം ചെയ്യുവാണെങ്കിൽ അത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒട്ടും ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളായിരുന്നു. ചെറുപ്പത്തിലൊക്കെ ഒത്തിരി പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നീട് കുറേ ഗ്യാപ്പ് വന്നപ്പം പിന്നെ എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു. അങ്ങനെ അമ്മയുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഇതിൽ പാട്ടിട്ട് തുടങ്ങിയത്. ഞാനൊരു വലിയൊരു ഗായികയായിട്ട് മാറാമെന്നുള്ളതായിരുന്നു എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം. എൻ്റെ അച്ഛൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാനൊരു നല്ല പാട്ടുകാരിയായിട്ട് നല്ലൊരു നിലയിലെത്തണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് അച്ഛനില്ലെങ്കിലും എൻ്റെ അമ്മ എൻ്റെ കൂടെ തന്നെയുണ്ട്. അമ്മയുടെ ഒരു സപ്പോർട്ടെന്ന് പറയണത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും അമ്മ എൻ്റെ കൂടെ. അമ്മ എത്ര വയ്യെങ്കിലും എൻ്റെ കൂടെ റെക്കോർഡിങ്ങിന് വരികയും ഒക്കെ ചെയ്യും. എനിക്കെല്ലാം ഒരു തണലായി താങ്ങായിട്ടൊക്കെ നിൽക്കുന്ന എൻ്റെ അമ്മ തന്നെയാണ്. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ വളരെയധികം സപ്പോർട്ടാണ്. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ്. അങ്ങനെയാണ് ഞാൻ ഈ പാട്ടിൻ്റെ ഫീൽഡിലേക്ക് ഞാൻ വന്നത്. വീണ്ടും ഒത്തിരി പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്തിട്ടാണ്. പ്രത്യേകിച്ച് ഞാനൊരു സ്ത്രീയാണ്, അറിയാമല്ലോ. നമുക്ക് ആരെ വിശ്വസിക്കണം, എങ്ങനെ വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കണം നമുക്കൊരു തിട്ടം ഉണ്ടാവില്ല. എന്നാലും എൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞില്ലേ, ആഗ്രഹം എന്ന് പറയുന്നത് അത്രയും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ സംഗീതം എന്ന് പറയുന്നത് അതെനിക്ക് ഒരിക്കലും എൻ്റെ പാട്ടില്ലാത്തൊരു ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർക്കാൻ കൂടെ വയ്യ. അത് മരിക്കുന്നതിന് തുല്യമാണ്. ഞാൻ പാടുന്നില്ല, അത് വരികയാണെങ്കിൽ അത് എൻ്റെ മരണം തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജീവിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ പാടാനായിട്ട് സാധിക്കണേ എന്നുള്ളൊരു ഒറ്റ പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. പിന്നെ ഞാൻ ഇന്നിങ്ങനെയൊക്കെ പാടി നല്ല രീതിയിലൊക്കെ വരാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയാണ്. അത് പറയാതെ അറിയില്ല. ഞാൻ എത്രയൊക്കെ പാടുമെന്ന് പറഞ്ഞാലും ജനങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു പാട്ടിൻ്റെ ആയിക്കോട്ടെ, ഒരു കലാകാരിയുടെ ആയിക്കോട്ടെ, അവരുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ജനങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ നമുക്ക് നല്ലൊരു കലാകാരിയാകാൻ ഒരിക്കലും സാധിക്കില്ല. 1000 അവാർഡുകൾ കിട്ടിയാലും എന്തൊക്കെ കിട്ടിയാലും നമ്മളുടെ ജനങ്ങളുടെ അംഗീകാരം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ അംഗീകാരം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെനിക്ക് ഒത്തിരി കൂട്ടുകാരെന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ വീട്ടമ്മമാർ, നിങ്ങൾ ഒത്തിരി ചേച്ചിമാർക്കും ഞാൻ എൻ്റെ അമ്മയുടെ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അമ്മ കഴിഞ്ഞ അഷ്ടമിക്ക് മോഹിനിയാട്ടം കളിച്ചത്. അതൊക്കെ നിങ്ങൾക്കൊരു പ്രചോദനമാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനതൊക്കെ ഇട്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം കഴിഞ്ഞു, നമ്മൾ സ്ത്രീയാണ്, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, എൻ്റെ കഴിവുകളൊക്കെ നശിച്ചു പോയി, അല്ലെങ്കിൽ എനിക്കതും കൊണ്ട് മുന്നോട്ട് വരാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒത്തിരി സ്ത്രീകൾ, എന്താ പറയുക, വീടിനുള്ളിൽ കഴിയുന്ന ഒത്തിരി സ്ത്രീകളുണ്ടാവും. അപ്പോൾ അവർക്കൊരു പ്രചോദനം എന്ന രീതിയിലാണ് ഞാൻ ആ പോസ്റ്റൊക്കെ ഇട്ടത്. പിന്നെ എൻ്റെ ഒരു അനുഭവം അങ്ങനെ തന്നെയാണ്. നമ്മൾ സ്ത്രീയാണ്, ശരിയാണ്, എന്ന് വെച്ചിട്ട് നമ്മളുടെ കഴിവുകൾ നമ്മൾ അടക്കി വെക്കേണ്ട കാര്യമില്ല. നമ്മളുടെ യാത്ര വളരെയധികം ജെന്യുവിനാണെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള പ്രതിഫലം ഈശ്വരൻ തരും. നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും വലിയ മുഖ്യം എന്ന് പറയുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ്. അത് നമ്മുടെ ഈശ്വര പ്രാർത്ഥനയും ഈശ്വരാനുഗ്രഹവും ഉണ്ടെങ്കിൽ നല്ല റൂട്ട് നമുക്ക് തെളിഞ്ഞു വരും. ആ വഴിയെ നല്ല അഭിമാനത്തോടുകൂടി മുന്നോട്ട് യാത്ര ചെയ്യുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മളുടെ കഴിവുകൾ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സ്ത്രീ ആണേലും പുരുഷനാണേലും ആരാണേലും കഴിവുകൾ അത് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്ന് തന്നെയാണ്. നമ്മൾ നാളെ മരിച്ചു പോകാനുള്ള മനുഷ്യരാണ്. 6 അടി മണ്ണിൽ നമ്മൾ തീർന്നു പോകാനുള്ളവരാണ്, അല്ലേ? അപ്പം നമ്മളുടെ ആഗ്രഹം നമ്മളൊരു നല്ല ഗായിക അല്ലെങ്കിൽ നല്ലൊരു ഗായകനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും നമ്മുടെ ഒരു നല്ലൊരു നർത്തകി ആവണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് ഈശ്വരൻ തരുന്നതാണ് നമുക്ക് ഓരോ കലകളെന്ന് പറയുന്നത്, അല്ലേ? നമുക്കൊരു ടാലൻ്റ് എന്ന് പറയുന്നത് ദൈവാനുഗ്രഹം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു കലാകാരനായിട്ട് അല്ലെങ്കിൽ ഒരു കലാകാരിയായിട്ട് ജനിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെയധികം ഒരു ഭാഗ്യം തന്നെയാണ്. എന്ന് പറഞ്ഞ് കലാകാരന്മാരല്ലാത്തവർക്ക് ഭാഗ്യമില്ല എന്നല്ല കേട്ടോ. നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും പാടാനോ
ആടാനും ഒന്നും ചിലപ്പം കഴിവുണ്ടായെന്ന് വരില്ല. പക്ഷെ അത് ആസ്വദിക്കാനുള്ളൊരു മനസ്സ്, അത് ഏറ്റവും വലിയ മനസ്സ് തന്നെയാണ്. ഇപ്പം നമ്മളെപ്പോലുള്ള കലാകാരന്മാരെ, ഞങ്ങളെപ്പോലുള്ള ചെറിയ കലാകാരന്മാരെ പോലും പ്രോത്സാഹിപ്പിക്കാനുള്ളൊരു മനസ്സെന്ന് പറയുന്നുണ്ടല്ലോ, അത് വളരെയധികം എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അത്രയധികം വളരെയധികം വലിയൊരു കാര്യമാണെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. നിങ്ങളെപ്പോലുള്ള നല്ല മനസ്സുള്ള ആളുകളുണ്ടെങ്കിലേ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർ വളർന്നു വരികയുള്ളൂ. അപ്പം അതും എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എന്തായാലും ഒത്തിരി സന്തോഷം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് എനിക്ക് പോകാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷം. ഒത്തിരി വലിയ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് പാട്ടിനെ സംബന്ധിച്ചുണ്ട്. അതൊക്കെ വൈക്കത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം നല്ല രീതിയിലാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ പാട്ടുകൾ കാണണം, അഭിപ്രായങ്ങൾ പറയണം. എല്ലാത്തിനും ഒത്തിരി ഒത്തിരി നന്ദി, സന്തോഷം.